ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇത് നമ്മൾ നോക്കുന്നത് 8th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസിലെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ നോട്ട്സ് ആണ്. ഇംഗ്ലീഷ് മീഡിയം ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം അല്ലേ. ഫസ്റ്റ് നോക്കൂ, ഇൻവേഷൻ ആൻഡ് റെസിസ്റ്റൻസ്, അധിനിവേശവും ചെറുത്തുനിൽപ്പും എന്ന ചാപ്റ്റർ ആണ് അല്ലേ. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. റീസൺസ് ദാറ്റ് ലെഡ് ടു ദ ഡിസ്കവറി ഓഫ് ആൻ ഈസ്റ്റ്വേർഡ് സീ റൂട്ട് ഫ്രം യൂറോപ്പ് ബൈ ദ എൻഡ് ഓഫ് ദ 15th സെഞ്ചുറി. എന്താ ചോദിച്ചിട്ടുള്ളത്? 15th സെഞ്ചുറിയിൽ അല്ലേ, 15th സെഞ്ചുറിയിൽ, അതായത് 15ാം നൂറ്റാണ്ടിന്റെ അവസാനം, എൻഡ് ഓഫ് ദ 15th സെഞ്ചുറി എന്ന് പറഞ്ഞാൽ യെസ് 15ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ എന്താണ് യെസ് റീസൺസ് ഡിസ്കവറി ഓഫ് എൻ ഈസ്റ്റ്വേർഡ് സീ റൂട്ട് ഫ്രം യൂറോപ്പ്, അതായത് ഈസ്റ്റ്വേർഡിൽ നിന്ന് കിഴക്കിൽ നിന്ന് യൂറോപ്പിലേക്ക് എന്തുണ്ടായി? ഒരു പുതിയ സീ റൂട്ട് കണ്ടുപിടിച്ചല്ലേ. സീ റൂട്ട് അതായത് 15ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ യൂറോപ്പിൽ നിന്ന് കിഴക്ക് ദിശയിലേക്കുള്ള ഒരു സമുദ്രപാത കണ്ടെത്തി അല്ലേ. അതിലേക്ക് നയിച്ച കാരണങ്ങളാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ് നമുക്ക് നോക്കാം അല്ലേ. എന്തൊക്കെയാണ് കാരണങ്ങൾ? യെസ്, ടെക്നോളജിക്കൽ അഡ്വാൻസസ് ഇൻ യൂറോപ്യൻ ഷിപ്പ് ബിൽഡിംഗ് ആൻഡ് സെയിലിംഗ്. എന്താണ്? യൂറോപ്യൻ കപ്പൽ നിർമ്മാണത്തിലും കപ്പൽ യാത്രയിലും കൈവരിച്ച സാങ്കേതിക പുരോഗതി അല്ലേ. ദെൻ ഗ്രോത്ത് ഇൻ നോളജ് അബൌട്ട് ജോഗ്രഫി, ജോഗ്രഫിയിലെ നോളജിലുണ്ടായ വളർച്ച. ദെൻ അഡ്വാൻസസ് മെയ്ഡ് ഇൻ കോമ്പസ് ആൻഡ് മാപ്പ് മേക്കിംഗ്. എന്തൊക്കെയാണ്? മാപ്പ് മേക്കിങ്ങിലും അതുപോലെ തന്നെ കോമ്പസും അല്ലേ. ഭൂപട നിർമ്മാണം, അതായത് ദിശ കണ്ടെത്താൻ സഹായിക്കുന്ന കോമ്പസ് എന്നിവയിലുണ്ടായ പുരോഗതിയാണ് അല്ലേ. ഇത് നെക്സ്റ്റ് പറയുന്നത് then travel writings by voyagers provide knowledge about new territories and their wealth. the travels writing by voyagers, അതായത് പുതിയ പ്രദേശങ്ങളെയും അവിടുത്തെ സമ്പത്തിനെ കുറിച്ചുള്ള സഞ്ചാരികളുടെ യാത്രാ വിവരണങ്ങളെ കുറിച്ചുള്ള അറിവാണ് അല്ലേ. Then the commercial market for Asian products like pepper in Europe. Then conquest to Constantinople by the Turks. എന്താണ്? തുർക്കിക്കാർ ആരാണ് കോൺസ്റ്റാന്റിനോപ്പിൾ കോൺക്വസ്റ്റ് ചെയ്തത് അല്ലെ. Then who were the first European to reach India by sea? ആരായിരുന്നു? who were the first European to reach India by sea? ഇത് പോർച്ചുഗീസുകാരാണ് അല്ലെ. ഫസ്റ്റ് യൂറോപ്യൻ സമുദ്രമാർഗം ഇന്ത്യയിലേക്ക് എത്തിയ ഫസ്റ്റ് യൂറോപ്യൻസ് ആരാണ്? പോർച്ചുഗീസുകാരാണ്. നെയിം ദ ഫസ്റ്റ് പേഴ്സൺ ഫ്രം പോർച്ചുഗൽ ടു റീച്ച് ഇന്ത്യ ബൈ സീ. ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ. ആരാണ് കൂട്ടുകാരെ? അതെ, വാസ്കോഡ ഗാമയാണ്. ആൻസർ എന്താണ്? വാസ്കോഡ ഗാമ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. നെയിം ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് വാസ്കോഡ ഗാമാസ് വോയേജ്. വാസ്കോഡ ഗാമയുടെ യാത്രയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് അല്ലേ, ഏതായിരുന്നു? അത് ലിസ്ബൺ ആയിരുന്നു. ഏതാണ്? ലിസ്ബൺ. Then which place were Vasco da Gama arrived? Which year? ഏത് വർഷത്തിലാണ്? അതുപോലെ തന്നെ എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലെ. പ്ലേസും ചോദിച്ചിട്ടുണ്ട്. കാപ്പാട് നിയർ കോഴിക്കോടാണ് അല്ലെ. എന്നാണ് വർഷം? യെസ്, 1498, 1498 അല്ലേ. Then name the oceans and continents. Vasco da Gama traveled. അതായത് വാസ്കോ ഡ ഗാമ പിന്നിട്ട സമുദ്രങ്ങളും വൻകരകളും ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ. ഏതൊക്കെയാണ് സമുദ്രങ്ങൾ എന്ന് പറയുന്നത്? യെസ്, അറ്റ്ലാന്റിക് ഓഷ്യനും ഇന്ത്യൻ ഓഷ്യനും ആണ്. ദെൻ കോണ്ടിനെന്റ്സ് ഏതൊക്കെയാണ്? യൂറോപ്പ്, ആഫ്രിക്ക ആൻഡ് ഏഷ്യ അല്ലേ. ഓക്കെ, ദെൻ 7th ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ലെഡ് ടു ദ കോൺഫ്ലിക്ട്സ് ബിറ്റ്വീൻ സമോറിയൻ ആൻഡ് ദ പോർച്ചുഗീസ്. പോർച്ചുഗീസുകാരും സമോറിയനും അല്ലേ, അവരും കൂടി നമ്മളുള്ള കോൺഫ്ലിക്റ്റിലേക്ക് നയിച്ച കാരണം എന്തായിരുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് അതിനുള്ള കാരണം? The Zamorin did not give the Portuguese a monopoly in trade. എന്താണ്? ട്രേഡില്ല മൊണോപ്പൊളി കുത്തക പോർച്ചുഗീസുകാർക്ക് ആര് നൽകിയില്ല? സാമൂതിരികൾ നൽകിയില്ലേ. അതാണ് ഈ കോൺഫ്ലിക്റ്റ്, സമോറിയനും പോർച്ചുഗീസുകാരും തമ്മിലുള്ള കോൺഫ്ലിക്റ്റിന് കാരണമാക്കിയത്. Then the profit generated in this journey encouraged the Portuguese to make similar commercial trip to India. Justify. എന്താണ്? Yes, the profit generated in this journey encouraged Portuguese to make commercial trips to India. അതായത് എന്താണ്? പോർച്ചുഗീസുകാർ ഇവിടെ നിന്ന് എന്തുണ്ടാക്കിയിട്ടുണ്ട്? യാത്രയിലൂടെ ഉണ്ടാക്കിയ ലാഭം ഇന്ത്യയിലേക്ക് വീണ്ടും കച്ചവട യാത്രകൾ നടത്തുവാൻ പോർച്ചുഗീസുകാരെ പ്രേരിപ്പിച്ചു അല്ലേ. ജസ്റ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഇതിനുള്ള കാരണം എന്ന് പറയുന്നത്? വാസ്കോ ഡ ഗാമ റിട്ടേൺ ഹോം വിത്ത് ഗുഡ്സ് ബോത്ത് 16 times more than cost of his journey.
This encouraged the Portuguese to make similar commercial trips to India. വാസ്കോ ഡ ഗാമ എങ്ങനെയാണ് തിരിച്ചു പോകുന്നത്? യെസ്, worth 60 times more than cost of his journey. അവരുടെ ആ യാത്രയ്ക്ക് നേരിടേണ്ടി വന്ന അതിനെക്കാട്ട് എത്ര ഇരട്ടി ഉണ്ടായിരുന്നു? യെസ്, 60 ടൈംസ് മോർ ദാൻ അല്ലേ? 60 ടൈംസ് 60 ഇരട്ടി അല്ലേ? അപ്പൊ എന്താണ് 60 ടൈംസ് മോർ ദാൻ കോസ്റ്റ് ഓഫ് ഹിസ് ജേർണി. അതുകൊണ്ട് തന്നെ അത് എന്താണ്, അവർക്ക് വീണ്ടും ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യാൻ യെസ് എന്ത് ചെയ്യാൻ തോന്നി? ഇന്ത്യയിലേക്ക് വീണ്ടും കച്ചവട യാത്രകൾ നടത്തുവാൻ പോർച്ചുഗീസുകാരെ പ്രേരിപ്പിച്ചു. ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? Who were the naval chiefs of Samorin? സാമോറിന്റെ നാവൽ ചീഫ് ആരൊക്കെയായിരുന്നു അല്ലെ? ആരായിരുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആരായിരുന്നു? കുഞ്ഞാലിമരയ്ക്കാർ ആയിരുന്നു അല്ലെ? കുഞ്ഞാലിമരയ്ക്കാർമാരായിരുന്നു. Then 10ാമത്തെ ചോദ്യം, ഫൈൻഡ് ഔട്ട് ആൻഡ് ലിസ്റ്റ് ദി ഇമ്പാക്ട് ഓഫ് പോർച്ചുഗീസ് കോണ്ടാക്ട് ഇൻ ഇന്ത്യ ഡിഫറെന്റ് ഏരിയസ്. ഓരോ ഏരിയാസിലും അല്ലെ പോർച്ചുഗീസ് ഇമ്പാക്ട് എന്തൊക്കെയാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓരോ ഫീൽഡിലെയും എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് പോർച്ചുഗീസ് ബന്ധം ഇന്ത്യയിൽ വ്യത്യസ്ത മേഖലകളിൽ ചെലുത്തിയ സ്വാധീനം കണ്ടെത്തി എന്ത് ചെയ്യുക നിങ്ങൾ? യെസ്, ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യുക അല്ലേ? ഇപ്പൊ ഒരു ടേബിൾ ഇവിടെ നൽകിയിട്ടുണ്ട്. എന്തൊക്കെയാണ്? യെസ്, പൊളിറ്റിക്കൽ ഫീൽഡ്. ദ ഫസ്റ്റ് യൂറോപ്യൻ ഫോർട്ട് ഇൻ ഇന്ത്യ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ കൊച്ചി. അതായത് ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ടയായ മാനുവൽ കോട്ട കൊച്ചിയിൽ സ്ഥാപിച്ചു അല്ലേ? ദെൻ ദ റീജിയൻസ് ഓഫ് കൊച്ചി, ഗോവ, ദാമൻ, ദിയു came under the rule of the Portuguese. ദാമൻ, ദിയു എന്നീ പ്രദേശങ്ങളിലൊക്കെ എന്താണ് ആരുടെ അധീനതയിലായി? പോർച്ചുഗീസുകാരുടെ അധീനതയിലായി അല്ലേ? ഓക്കെ, നെക്സ്റ്റ് നോക്കാം നമുക്ക്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 10ാമത്തെ ചോദ്യം, ഫൈൻഡ് ഔട്ട് ആൻഡ് ലിസ്റ്റ് ദ ഇമ്പാക്ട് ഓഫ് പോർച്ചുഗീസ് കോണ്ടാക്ട് ഇൻ ഇന്ത്യ ഡിഫറെന്റ് ഏരിയസ്. വ്യത്യസ്ത ഏരിയാസിലെ പോർച്ചുഗീസുകാരെ ചെലുത്തിയ സ്വാധീനമാണ് അല്ലെ ലിസ്റ്റ് ചെയ്യാനാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. പൊളിറ്റിക്കൽ ഫീൽഡ് എന്തൊക്കെയാണ്? യെസ്, ദ ഫസ്റ്റ് യൂറോപ്യൻ ഫോർട്ട് ഇൻ ഇന്ത്യ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ കൊച്ചി. ഫസ്റ്റ് യൂറോപ്യൻ കോട്ടയായ ഏതാണ്? യെസ്, ഫോർട്ട് മാനുവൽ അല്ലെ? മാനുവൽ ഫോർട്ട് ഇന്ത്യയിൽ എന്ത് ചെയ്യാണ്? യെസ്, കൊച്ചിയിൽ സ്ഥാപിച്ചു. ദെൻ established in Kochi. Then the regions of Kochi, Goa, Daman, Diu and came under the rule of the Portuguese. കൊച്ചി, ഗോവ, ദാമൻ, ദിയു എന്നീ പ്രദേശങ്ങൾ എന്തിന് കീഴിലായി? യെസ്, പോർച്ചുഗീസ് ആധിപത്യത്തിന് കീഴിലായി. Then training was given in vast practice and യൂറോപ്യൻ വെപ്പൺ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം നമുക്ക്. എന്താണ്? അഗ്രികൾച്ചറൽ സെക്ടർ ആണ് അല്ലെ? കാഷ്യൂ ട്രീ, പറങ്കി മാവ്, പപ്പായ, ഗോവ, പൈനാപ്പിൾ വർ ഇൻട്രൊഡ്യൂസ് ചെയ്തു അല്ലെ? നോളജ് സെക്ടറിൽ എന്താണ്? യെസ്, ഇന്ത്യൻ ടെക്നോളജി വാസ് പോപ്പുലറൈസ്ഡ്, ക്രിസ്ത്യൻ റിലീജിയൻസ് എഡ്യൂക്കേഷൻ സെന്റേഴ്സ് വർ സ്റ്റാർട്ടഡ്. കൾച്ചറൽ സെക്ടറിൽ ആർട്ട് ഫോം സച്ച് ആസ് ചവിട്ടുനാടകം, മാർഗം കളി വർ പോപ്പുലറൈസ്ഡ്. യൂറോപ്യൻ സ്റ്റൈൽ ഓഫ് കൺസ്ട്രക്ഷൻ വാസ് സ്റ്റാർട്ടഡ്. The next question നോക്കാം. Name the Europeans who came to India after the Portuguese were from. പോർച്ചുഗീസുകാർ ഇവിടെ പോയതിനു ശേഷം പിന്നെ വന്നത് ആരാണ് അല്ലെ? ഹോളണ്ട് അഥവാ നെതർലാൻഡ്സ് ആരല്ലേ? They are also known as Dutch. അവരെങ്ങനെയാണ് അറിയപ്പെടുന്നത്? ഡച്ചുകാരെന്ന് അറിയപ്പെടുന്നത് അല്ലേ? Then what were the major trading centers of Dutch in India? ഇന്ത്യയിൽ ഡച്ചുകാരുടെ മേജർ ട്രേഡിംഗ് സെന്റേഴ്സ് ഏതൊക്കെയായിരുന്നു? ഏതൊക്കെയാണ്? നാഗപട്ടണം, ബൗറ, എന്താണ്? അഹമ്മദാബാദ് ആൻഡ് ചിൻസുര. അപ്പൊ ഏതൊക്കെയാണ്? നാഗപട്ടണം, ബറോജ്, അഹമ്മദാബാദ്, ചിൻസുര. Then name the war in which Dutch lost their supremacy in India, or name the first battle in which European power lost to an Indian ruler. എന്താ ചോദിച്ചിട്ടുള്ളത്? Yes, name the war which Dutch lost their supremacy അല്ലേ? അതായത് അവരുടെ ആധിപത്യം, ഡച്ചുകാർക്ക് ഇന്ത്യയിൽ അവരുടെ ആധിപത്യം നഷ്ടപ്പെട്ട വാർ ഏതാണെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. ഓർ നെയിം ദ ഫസ്റ്റ് ബാറ്റിൽ വിച്ച് യൂറോപ്യൻ പവർ ലോസ് ടു ആൻ ഇന്ത്യൻ റൂളർ. ഫസ്റ്റ് വാർ ഏതാണ് കൂട്ടുകാരെ? യെസ്, ബാറ്റിൽ ഓഫ് കുളച്ചൽ ആണല്ലേ? കുളച്ചൽ യുദ്ധത്തിലാണല്ലേ? കുളച്ചൽ യുദ്ധത്തിലാണ് ആർക്ക് ആധിപത്യം നഷ്ടപ്പെട്ടത്? യെസ്, യുദ്ധത്തിൽ പരാജയപ്പെട്ടതോടെ ആർക്ക് ആധിപത്യം നഷ്ടപ്പെട്ടു? യെസ്, ഡച്ചുകാർക്ക് ഇന്ത്യയിലെ ആധിപത്യം നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഒരു യൂറോപ്യൻ ശക്തി ഇന്ത്യൻ ഭരണാധികാരിയോട് പരാജയപ്പെട്ട ആദ്യത്തെ യുദ്ധവും ഏതായിരുന്നു? യെസ്, ഇത് തന്നെയാണ് അല്ലെ? കുളച്ചൽ യുദ്ധമാണ്. നമ്മളോട് ചോദിച്ചിട്ടുണ്ടല്ലോ, നെയിം ദ ഫസ്റ്റ് ബാറ്റിൽ ഇൻ വിച്ച് യൂറോപ്യൻ പവർ ലോസ് ടു ആൻ ഇന്ത്യൻ റൂളർ. അതായത് ഒരു ഇന്ത്യൻ ഭരണാധികാരിയോട് യൂറോപ്യൻ ശക്തി പരാജയപ്പെട്ടത് അല്ലെ?
ഏത് ബാറ്റിലാണെന്ന് ചോദിച്ചിട്ടുണ്ട്. വിച്ച് ഇയർ, അതിന്റെ ഇയറും കൂടി എഴുതണം അല്ലേ. ഇൻ 1741 then ആരൊക്കെ തമ്മിലായിരുന്നു? യെസ്, മാർത്താണ്ഡവർമ്മ who ruled Travancore clashed with the Dutch at കൊളച്ചൽ. The greatest contribution of relationship with the Dutch is the work Porthos Malabaricus. ജസ്റ്റിഫൈ. അപ്പൊ കോൺട്രിബ്യൂഷൻ ആണ് ആരുടെ? ഡച്ചുകാരുടെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ ഏതെന്ന് പറയുന്നത്? യെസ്, കോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്നത്. അപ്പൊ ജസ്റ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് പോയിന്റ് നോക്കാം. ഇൻഫോർമേഷൻ അബൌട്ട് 742 മെഡിസിനൽ പ്ലാന്റ്സ് ഓഫ് കേരള പ്രസന്റഡ് ഇൻ ദിസ് ബുക്ക് അല്ലെ. അതായത് ഈ ബുക്കിൽ എന്താണ്, എന്തൊക്കെ കുറിച്ചുള്ള വിവരങ്ങളാണ് നമുക്ക് കിട്ടുന്നത്? എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? 742 ഔഷധ സസ്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ ഈ ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അല്ലേ. നെക്സ്റ്റ് നോക്കൂ. Then Hendrik van Rietveld, the Dutch governor, was the completer of this work. ഈ വർക്കിന്റെ ഡച്ച് ഹെൻറിക് ആയ ഡച്ച് ഗവർണർ ആയിരുന്ന ഹെൻറിക് ആണ് ഈ കൃതിയുടെ രചനയ്ക്ക് എന്ത് ചെയ്തത്? നേതൃത്വം നൽകിയത്. Then E.T. അച്യുതൻ, an ingenious medical practitioner, helped him in this composition. അതായത് E.T. അച്യുതൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ കൃതിയുടെ രചനയ്ക്ക് അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട് അല്ലേ. Then Appu Bhatte, Ranga Bhatte, Vinayaka Bhatte also contributed. The contribution of Porthos Malabaricus was the first book to print with some Malayalam words. This work was translated to Malayalam and English by Dr. K.S. Manilal. അപ്പോൾ ആരാണിത് ഇംഗ്ലീഷ് എന്നീ ഭാഷകളിലേക്ക്, മലയാളം ഇംഗ്ലീഷ് ഭാഷകളിലേക്ക് ഇത് കൃതി വിവർത്തനം ചെയ്തത്? യെസ്, ഡോക്ടർ K.S. മണിലാലാണ്. Okay, then next question നോക്കാം. Write a short note on Carnatic Wars. കർണാട്ടിക് വാറിനെ കുറിച്ചിട്ട് ഒരു ഷോർട്ട് നോട്ട് തയ്യാറാക്കാനാണ് അല്ലേ പറഞ്ഞിട്ടുള്ളത്. ഏതാണ്? കർണാട്ടിക് വാർ ആണല്ലേ. ഓക്കെ, നമുക്ക് നോക്കാം. The war fought between British and the French dominance in South India are known as the Carnatic Wars. എന്താണ്? Yes, the war fought between the British and the French dominance for South India are known as Carnatic War. എന്താണ് പറയുന്നത്? യെസ്, അതായത് ബ്രിട്ടീഷുകാരും അതായത് ഫ്രഞ്ച് ഡൊമിനൻസ് സൗത്ത് ഇന്ത്യയിലെ ആർ നോൺ ആസ് ദ കർണാട്ടിക് വാർ. ഫോർട്ട് ബിറ്റ്വീൻ ബ്രിട്ടീഷ് ആൻഡ് ദ ഫ്രഞ്ച് ഫോർ ഡൊമിനൻസ് ഇൻ സൗത്ത് ഇന്ത്യ ആർ നോൺ ആസ് കർണാട്ടിക് വാർ. നെക്സ്റ്റ് നോക്കൂ, എന്താ പറഞ്ഞിട്ടുള്ളത്? ബ്രിട്ടീഷ് വോൺ ഇൻ ദിസ് ഡിസീവ് വാർ. ആരാണ് ഇതിൽ വിജയിച്ചത്? യെസ്, ബ്രിട്ടീഷുകാരാണ് അല്ലെ. ആസ് എ റിസൾട്ട് ഫ്രഞ്ച് ഡൊമിനൻസ് ഫോർ റെഡ്യൂസ്ഡ് പോണ്ടിച്ചേരി, യാനം, കാരക്കൽ ആൻഡ് മാഹി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫ്രെയിം എ ടേബിൾ ഓൺ ദ മേജർ സെന്റേഴ്സ് അണ്ടർ ദ കൺട്രോൾ ഓഫ് പോർച്ചുഗീസ്, ഡച്ച് ആൻഡ് ഫ്രഞ്ച്. പോർച്ചുഗീസുകാരും ഡച്ചുകാരുടെയും ഫ്രഞ്ചുകാരുടെയും അധീനതയിൽ ഉണ്ടായിരുന്ന മേജർ സെന്റേഴ്സ് ഏതൊക്കെയാണ് നല്ല ചോദിച്ചിട്ടുള്ളത്. പോർച്ചുഗീസുകാർക്ക് ഏതൊക്കെയാണ്? പോർച്ചുഗീസുകാര് യെസ്, കൊച്ചി, ഗോവ, ദാമൻ ദെൻ ഡച്ചോ നാഗപട്ടണം, ചിൻസുര, അഹമ്മദാബാദ്, ബറോസ് അല്ലെ. ദെൻ ഫ്രഞ്ച് പോണ്ടിച്ചേരി, കാരക്കൽ, യാനം, മാഹി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ദ കമ്പനി അറൈവ്ഡ് ഡൊമിനൻസ് ഇൻ മദ്രാസ്, ബോംബെ ആൻഡ് കൽക്കത്ത ഇന്റർഫിയർഡ് ഇൻ ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ ടെറിട്ടറീസ്. Is the representative of the company, then Captain William Hawkins obtained permission from then Mughal Emperor Jahangir to set up a factory in Surat, Gujarat. Then the company then started factories in different parts of India. Then after gaining dominance in Madras, Bombay and Kolkata, the company began to interfere the administration of the territories. The next question എന്താണ്? Write a short note on Battle of Plassey. പ്ലാസി യുദ്ധത്തെ കുറിച്ച് ഷോർട്ട് നോട്ട് ആണ് അല്ലെ. യെസ്, ദ ബ്രിട്ടീഷ് എസ്റ്റാബ്ലിഷ്ഡ് പൊളിറ്റിക്കൽ ഡൊമിനൻസ് ഇൻ ഇന്ത്യ വിച്ച് ബാറ്റിൽ ഓഫ് പ്ലാസി ഇൻ 1757. 1757 പ്ലാസി യുദ്ധത്തിലൂടെയാണ് ബ്രിട്ടീഷുകാർ എന്താണ് ഇവിടെ രാഷ്ട്രീയ ആധിപത്യം സ്ഥാപിക്കുന്നത് അല്ലെ. The Nawab of Bengal, Sirajud-Dowla, was defeated in this battle by the forces of the East India Company led by Robert Clive. Then the conquest of Bengal helped the British to bring other parts of India and under their control. The land taxes in agriculturally rich Bengal helped British build up their military power and raise money to conquer the rest of the country. Then next note write short note of Battle of Bagsar ആണല്ലേ പറഞ്ഞിട്ടുള്ളത്. Battle of Bagsar.
നമുക്ക് നോക്കാം. With the Battle of Buxar in 1764, the company acquired the right to collect taxes in the provinces of Bihar, Bengal, and Orissa. Then, with that, the East India Company's administrative presence in India became stronger. Then the British defeated the combined forces of Mughal ruler Shah Alam II, the Nawab of Oudh, Shujauddaulah, and Nawab Bengal Murga Singh in this battle. ബക്സാർ യുദ്ധം എന്താണ്? Yes, with the battle Buxar in 1764, the company acquired the right 1764. Then company acquired the right to collect taxes in provinces of Bihar, Bengal, and Orissa. The next എന്താണ്? Yes, the West Indies Company's presence in India became stronger. Then next question നോക്കാം. Send me 2000 soldiers, I will conquer India. റോബർട്ട് ക്ലൈവിന്റെ വാക്കുകൾ അതാണ്. എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചു തരൂ, ഞാൻ എന്ത് ചെയ്യാം, ഇന്ത്യയെ പിടിച്ചടക്കാമെന്ന് ആര് പറഞ്ഞു? റോബർട്ട് ക്ലൈവ് അല്ലേ. വൈ ഡു ഹി കമന്റ് ലൈക്ക് ദിസ്? എന്തുകൊണ്ടാണ് അദ്ദേഹം ഇപ്രകാരം അഭിപ്രായപ്പെട്ടത് എന്നാ ചോദിച്ചുള്ളത്. എന്തുകൊണ്ടാണ്? യെസ്, ദ ഡിസ്യൂണിറ്റി എമംഗ് ദ ഇന്ത്യൻ പ്രിൻസ്ലി സ്റ്റേറ്റ്. ഇന്ത്യൻ പ്രിൻസ്ലി സ്റ്റേറ്റിലെ ഡിസ്യൂണിറ്റി, അനൈക്യം അല്ലേ. അതുപോലെ തന്നെ മിലിറ്ററി ആൻഡ് ടെക്നോളജിക്കൽ സൂപ്രമസി ഓഫ് ബ്രിട്ടീഷുകാരുടെ മെച്ചപ്പെട്ട സൈനിക സാങ്കേതിക വിദ്യ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ആംഗ്ലോ മൈസൂർ വാർസ്. ആംഗ്ലോ മൈസൂർ വാർസിനെ കുറിച്ചുള്ളൊരു എന്ത് ചെയ്യാനാണ്? ഷോർട്ട് നോട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആംഗ്ലോ മൈസൂർ വാർ അല്ലേ. The fought between southern princely state of Mysore and English East India Company. Then the company army and Mysore Sultan clashed 4 times, and after Hyder Ali's death in 1782, Tipu Sultan commanded the Mysore forces in the fourth Mysore war in 1799. Then Mysore fell. Then Tipu Sultan was killed by the then Anglo-Maratha Wars and Anglo-Sikh Wars was short note. Anglo-Maratha വാറിനെ കുറിച്ചും സിഖ് വാറിനെ കുറിച്ചുള്ള ഷോർട്ട് നോട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. Fought between English East India Company and the Maratha Kingdom. Then with the trade Anglo-Maratha War, the Maratha came under the British control. Then with the defeat of the Sikkim and Anglo-Sikh Wars between the English East India Company and the Sikhs, then Punjab came under the British rule. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത പാർട്ടുമായിട്ട് നമുക്ക് തുടർന്നുള്ള ഭാഗങ്ങളുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.